ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട നാട്ടുകാരെ, മറ്റു പ്രിയപ്പെട്ടവരെ, റാഫേലേട്ടനായിട്ട് എനിക്ക് ഒരുപാട് വർഷത്തെ പരിചയമുണ്ട്. ഞാൻ ആമി എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആ സിനിമയുടെ പ്രൊഡ്യൂസർ റാഫേലേട്ടനായിരുന്നു. അപ്പോൾ അന്ന് മുതലുള്ള ഒരു പരിചയവും സൗഹൃദമൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് കാണാറുണ്ട്. അതിനുശേഷം പിന്നീടും ഞങ്ങൾ പലതവണ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഞാനും റാഫേലേട്ടനും. ഇപ്പോൾ ഈ മരണമാസ് എന്ന് പറയുന്ന സിനിമയിൽ ഞങ്ങൾ സഹ പ്രൊഡ്യൂസർമാരും കൂടെയാണ്. അതുപോലെ ഇപ്പോൾ റാഫേലേട്ടൻ്റെ ഫിലിം സിറ്റി ഇവിടെ ചാലക്കുടി തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ മുഴുവൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിം സിറ്റി ഇവിടെ റാഫേലേട്ടൻ തുടങ്ങുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതിന് എല്ലാവിധ ആശംസകളും. എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഒരു സിനിമയുടെ ഡബ്ബിങ്ങൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ വന്നു പോകാവുന്ന പാകത്തിന് എനിക്ക് വേണ്ടി ഇത് ചെയ്തു എന്ന റാഫേലേട്ട ഒരുപാട് നന്ദി. അതോടൊപ്പം പ്രിയപ്പെട്ട സഞ്ജുവിൻ്റെ റേസ് റാഫേൽ അക്കാഡമി ഓഫ് ക്രിക്കറ്റ് എക്സലൻസ്, അതിനും ഞാൻ എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഞാനും കേസിലൂടെയൊക്കെ പറയും, നമുക്ക് ആകെ അടുപ്പമുള്ളൊരു ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റാറാണ്. അവൻ പരമാവധി വലുതാവണം, ഏറ്റവും വലിയ നിലയിലെത്തണം. അപ്പോൾ നമുക്ക് അഭിമാനത്തോടെ അത് പറയാമല്ലോ എന്ന് പറയും. ആ ക്രിക്കറ്റ് താരം, ആ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് താരം അദ്ദേഹത്തിൻ്റെ നാട്ടിലെ മറ്റ് ക്രിക്കറ്റിനോട് അഭിനിവേശമുള്ള അടുത്ത ജനതയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നതാണ് ഈ റേസ്. അതും എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് എന്നുള്ളത് എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യമാണ്. അതും ഗംഭീരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഇവിടെ ദിലീപേട്ടനുണ്ട്, ബേസിലുണ്ടായിരുന്നു, സഞ്ജു ഉണ്ടായിരുന്നു, റാഫേലേട്ടനുണ്ടായിരുന്നു. തുടർന്ന് എല്ലാവരുടെയും ഒപ്പം വേദി പങ്കിടാൻ സാധിച്ചതിന് സന്തോഷം. നിങ്ങളുടെയൊക്കെ ഒപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ സാധിച്ചതിന് സന്തോഷം. ഒപ്പം റാഫേലേട്ടൻ്റെ തുടർന്നുള്ള എല്ലാ സംരംഭങ്ങൾക്കും എൻ്റെ ആശംസകൾ ഞാൻ അറിയിക്കുന്നു. ഒപ്പം കിക്കുമായി ചേർന്ന് റാഫേലേട്ടൻ ചെയ്യുന്ന സിനിമയ്ക്കും എൻ്റെ എല്ലാവരും ആശംസകൾ നേരുകയാണ്. താങ്ക് യു സോ മച്ച്. ഞാൻ അങ്ങനെ ആ ഒരു പ്രൊഡ്യൂസറുടെ ടെൻഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. അതിന് വേണ്ടിയിട്ട് എൻ്റെ ചേട്ടനുണ്ട്, എൻ്റെ മാനേജറുണ്ട്, പിന്നെ ആ സിനിമയിൽ ഭാഗമായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഞാൻ ആ സിനിമയിൽ ചെല്ലുന്നത് ഏതെങ്കിലും ഒരു സുഹൃത്തുക്കളുടെ സിനിമ സെറ്റിലേക്ക് പോകുന്ന അത്രയും ലാഘവത്തോടെ ഒരു ടെൻഷനും പിടിക്കാതെ വളരെ ഹാപ്പി ആയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനാണ് ഞാൻ മരണമാസ ലൊക്കേഷനിൽ പോയിട്ടുള്ളത്. അതേപോലെ തന്നെ എമ്പുരാനാണെങ്കിലും അതിനകത്ത് എനിക്കങ്ങനെ വേറെ വലിയ റെസ്പോൺസിബിലിറ്റീസ് ഒന്നുമില്ല. സ്വന്തം പണി മാത്രം ചെയ്യുക എന്ന് പറയുന്ന അങ്ങനത്തെ സൗകര്യമാണ് അവിടെ ഉള്ളത്. രാജുവിൻ്റെ കൂടെ ഇന്നാളുകളുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. ഇപ്പോൾ ഇത് എനിക്ക് ഈ രണ്ട് സിനിമകളും നമ്മൾ വളരെയധികം വിജയിച്ച് കാണണം എന്ന് ആഗ്രഹിക്കുകയും, എന്നാൽ ഞാനതിനു വേണ്ടി അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും മറ്റ് ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമകളിൽ എടുക്കുന്ന പോലത്തെ പണിയെടുത്തിട്ടില്ലാത്തൊരു സിനിമയാണ്. എനിക്ക് ഇതിൻ്റെ വിജയം ഞാൻ വളരെയധികം പേഴ്സണലി എൻ്റെ ആഗ്രഹമാണ് ഈ രണ്ട് സിനിമകൾ ഒരുപാട് വിജയിക്കുക എന്നുള്ളത്. നന്നാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് മുഴുവൻ ഇൻഫ്ലുവൻസേഴ്സ് ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെയും അൾട്ടിമേറ്റ് എയിം സിനിമയാണ്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് പ്രതിസന്ധികളെ തരണം ചെയ്ത് കടന്നു വന്ന ഒരാളാണ് താങ്കൾ. അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ എന്ന അർത്ഥത്തിലാണ് അങ്ങനെ ഒരു സൂചന. അപ്പോൾ സ്വാഭാവികമായും ഹാർഡ് വർക്ക് ചെയ്ത് സിനിമയിലേക്ക് എത്താനുള്ള വഴി വെട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ചെറുപ്പക്കാരോട് ടൊവിനോ തോമസ് എന്ന സക്സസ്ഫുൾ ഫിലിം ആക്ടറുടെ ഉപദേശം എന്താണ്? അങ്ങനെ ഉപദേശം തരാൻ മാത്രം എനിക്കറിയില്ല. എല്ലാവർക്കും അവരവരുടെ വഴികളായിരിക്കും. ഓരോ വഴിയിലും നമ്മുടെ ലക്ഷ്യം ഒന്ന് തന്നെയാണെങ്കിലും ചിലപ്പോൾ പലരും പല വഴിയിലൂടെ ആയിരിക്കും അതിൽ എത്തുന്നത്. അങ്ങനെ ആഗ്രഹിക്കുന്നവർ, ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക, നമ്മളുടെ സമയം വരുന്ന സമയത്ത് റെഡിയായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് സംഭവിച്ചാൽ പിന്നെ ബാക്കിയെല്ലാം. ഇപ്പം ഞാനതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഞാൻ സിനിമയിലൊന്നും അഭിനയിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി ഞാൻ കുറേ പ്രയത്നിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് സിനിമയിൽ ഒരു തവണ മുഖം കാണിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടിയതെല്ലാം ബോണസായിട്ടാണ് ഞാൻ കരുതുന്നത്. കാര്യം അതിൽ ഞാൻ ആഗ്രഹിച്ച എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഞാൻ സിനിമയിൽ കയറിയപ്പോൾ തന്നെ ഞാൻ സാധിച്ചു കഴിഞ്ഞു. അവിടെ നിന്ന് അങ്ങോട്ട് ഇതിൻ്റെ ഒരു സർവൈവൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു കോൺസ്റ്റന്റ് സ്ട്രഗിൾ ഉണ്ട്. എൻ്റെ സിനിമയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് കൂട്ടി ഇരുന്നിട്ട് മറ്റേ കാല് നീട്ടിയിരിക്കാം എന്നുള്ള പോലെ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. യു ആർ ആസ് ഗുഡ് ആസ് യുവർ ലാസ്റ്റ് മൂവി എന്നാണ് സിനിമയിൽ പറയുക. അപ്പോൾ നിരന്തരമായിട്ട് നല്ല സിനിമകൾ ചെയ്യുക എന്നുള്ളതാണ് സിനിമയിൽ വന്ന് കഴിഞ്ഞിട്ട് പിന്നീട് ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം. അതിന് വേണ്ടിയിട്ടായിരിക്കും പരിശ്രമം. അപ്പോൾ അത് ഒരു കോൺസ്റ്റന്റ് സ്ട്രഗിളാണ്. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ത്രില്ലും എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മാനസികമായിട്ട് തയ്യാറായിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ഗംഭീരമായിട്ട് നടക്കട്ടെ.
ഇപ്പൊ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു, അങ്ങനെ ജോലി ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസപരമായി ഒരു കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയർ ആണ്. എഞ്ചിനീയർ ആകുന്നതിന് മുൻപ് ഇരിങ്ങാലക്കുട ഡോൺ ബോസ്കോ സ്കൂളിന്റെ ഹാൻഡ്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. സിനിമാ താരമായില്ലായിരുന്നുവെങ്കിൽ, എഞ്ചിനീയർ ആയില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് ഒരു സ്പോർട്സ്മാനെ നഷ്ടപ്പെട്ടോ? അത് ആ സമയത്ത് നമുക്ക് അത്രയും, ഞാൻ ഇവിടെ ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റും കളിക്കുന്ന സമയത്ത് എന്ന് പറയുന്ന അത്രയേ ഉള്ളൂ കോമ്പറ്റീഷനൊക്കെ. നമ്മൾ നാഷണൽ ഇന്റർനാഷണൽ ലെവലിലേക്കൊക്കെ പോവുക എന്ന് പറയുന്നത് അതിനേക്കാൾ ഒരുപാട് സ്കില്ലും ഒരുപാട് ഹാർഡ് വർക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇത് ഇവിടെ ഇരിക്കുന്നത്, അങ്ങനത്തെ ഇന്റർനാഷണലി അക്ലൈംഡ് ആയിട്ട് ഇരിക്കുന്നത്. എനിക്ക് അന്നും ഈ സ്പോർട്സിനേക്കാൾ കൂടുതൽ ആർട്ടിനോടായിരുന്നു കുറച്ചും കൂടെ താല്പര്യം. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് ആരുമില്ലാത്ത സമയത്ത് ഞാൻ ഇന്റർവ്യൂകളും അവാർഡ് വാങ്ങിച്ചിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത്. കുറച്ച് മുതിർന്നപ്പോഴത്തേക്കും പിന്നെ അത് ആരോടും പറയാനുള്ള ഒരു ധൈര്യം പോലും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ, പക്ഷെ എപ്പോഴും ആഗ്രഹം സിനിമ തന്നെയായിരുന്നു. താങ്ക് യു ടോമി.